ഹായ് നമസ്കാരം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെപ്പോക്ക് മൈതാനത്തിൽ കറക്കി വീഴ്ത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നൂർ അഹമ്മദിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചെന്നൈയുടെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നൂർ അഹമ്മദ് കൂടി വന്നിട്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കൊടുത്തപ്പോഴത്തേക്ക് ഈ വർഷം ചെന്നൈ ഹോം ഗെയിംസ് ഓൾമോസ്റ്റ് എല്ലാം സെക്യൂർ ആക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. തുടക്കത്തിൽ ടോസ് കിട്ടിയിട്ട് ഋതുരാജ് ഗെയ്ക്വാഡ് മുംബൈ ബാറ്റിങ്ങിന് അയക്കുമായിരുന്നു. രോഹിത് ശർമ്മ ആദ്യം തന്നെ വീണുപോയി, പിന്നീട് റിക്കിൾട്ടണും വീണുപോയി. ഈ 2 വിക്കറ്റും ഖലീൽ അഹമ്മദിനാണ്. പിന്നീട് വരുന്ന സ്പിന്നേഴ്സിന് ഒരു ബേസ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ 2 വിക്കറ്റുകളാണ്. അതിനുശേഷമാണ് ചെന്നൈയുടെ ഹോം ബോയ് ആയിട്ടുള്ള അശ്വിൻ വന്നിട്ട് വിൽ ജാക്സിൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. അതിനുശേഷം നൂർ അഹമ്മദിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള സ്പെല്ലാണ് അതിനുശേഷം കണ്ടത്. ഫസ്റ്റ് വിക്കറ്റ് തന്നെ സൂര്യകുമാർ യാദവിൻ്റെയാണ്. അതിനകത്ത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്റ്റംപിങ്, ധോണിയുടെ വക മിന്നൽ സ്റ്റംപിങ്. ഇത് ഒരു വിൻറ്റേജ് സ്റ്റംപിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റംപിങ്, ഒരു രക്ഷയില്ലാത്ത ബോളിങ്. അതുപോലെ തന്നെ ധോണി ഇപ്പോഴും ഈ പ്രായത്തിൽ ഇത്ര ഫാസ്റ്റായിട്ട് ഈ ഒരു സ്റ്റംപിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും പ്രായമായാലും പുള്ളിക്ക് ഒരു രക്ഷയില്ല. ആ ഒരു ടെക്നിക്കും ആ ഒരു സ്പീഡും ഒക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. റോബിൻ മിൻസ്, നമൻദീർ, തിലക് വർമ്മ ഈ 3 വിക്കറ്റുകളാണ് അതിനുശേഷം നൂർ അഹമ്മദ് എടുത്തത്. അപ്പോഴത്തേക്ക് മുംബൈ ഒരു ഏകദേശം നല്ല തകർച്ചയിലേക്ക് പോയി. പിന്നീട് ഒരു ദീപക് ചാർ വന്നിട്ട് അവസാനം ഒരു ക്യാമിയോ കളിച്ച് എങ്ങനെയോ രക്ഷിച്ച് മുംബൈ ഒരു 156 എന്ന് പറഞ്ഞൊരു ഡീസൻറ്റ് സ്കോറിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. CSK ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ എന്താണ് ത്രിപാഠി ഓപ്പൺ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗെയ്ക്വാഡ് ഇത്രയും നാൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നൊരു പൊസിഷനല്ല. എന്തായാലും ത്രിപാഠി ഇറങ്ങി പെട്ടെന്ന് തന്നെ ഔട്ടായി. അതിനുശേഷം ഗെയ്ക്വാഡ് വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു. വളരെ എന്താ പറയുക, ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്. നല്ല രസമായിരുന്നു. ഓരോ ഷോട്ട്സും ഒരു കവർ ഡ്രൈവ് 1-2 അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് കളിച്ച് 50 അടിച്ചു. മറു സൈഡിൽ രച്ചിൻ രവീന്ദ്ര ഇങ്ങനെ നങ്കൂറിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് കളിച്ചു വരുമായിരുന്നു. പിന്നെ ഒരു മുംബൈയുടെ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് കാണാൻ പറ്റിയത് ഈ നമ്മുടെ മലയാളി പയ്യനായിട്ടുള്ള വിഘ്നേഷ് പുത്തൂർ വന്നിട്ട് ഈ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ വിക്കറ്റ് എടുക്കുന്നതാണ്. പിന്നീട് വിഘ്നേഷ് പുത്തൂർ തന്നെ നമ്മുടെ 6 ചാമയായിട്ടുള്ള ശിവൻ ദൂബെയും ദീപക് ഹൂഡയും എടുക്കുന്നുണ്ട്. എന്തായാലും ഡിബട്ട് മാച്ചിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് കൊടുക്കാനായിട്ട് നമ്മുടെ പയ്യന് പറ്റിയിട്ടുണ്ട്. സാം കറൻ്റെ വിക്കറ്റ് വിൽ ജാക്സ് എടുത്തു കഴിയുമ്പോഴാണ് പിന്നീട് മുംബൈ കുറച്ചൊന്ന് കളിയൊന്ന് ടൈറ്റ് ആക്കുന്നത്. പക്ഷേ പിന്നീട് വന്നത് ജഡേജയാണ്. ജഡേജ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് കളി എടുത്തുകൊണ്ട് വരുന്ന അവസാനം വരെ എത്തിച്ചു കൊടുത്തു. പിന്നീട് ധോണി ഇറങ്ങി തല ദർശനം കിട്ടി ഫാൻസിന്. പക്ഷേ 2 ബോളേ കളിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഓവറിൽ 4 റണ്ണ് വേണ്ടപ്പോഴത്തേക്ക് രച്ചിൻ രവീന്ദ്ര ഒരു 6 അടിച്ച് തന്നെ CSK വിജയത്തിലേക്ക് എത്തിച്ചു. ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ധോണി കീപ്പ് ചെയ്തപ്പോഴായാലും അതുപോലെ തന്നെ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴായാലും കുറച്ച് യങ്ങായിട്ട് കാണപ്പെട്ടു, എനർജറ്റിക്കായിട്ട് കാണപ്പെട്ടു. ഈ ഒരു പ്രായത്തിലും പുള്ളി ഈ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സ്റ്റംപിങ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ 43 വയസ്സിൽ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതായത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുന്ന യങ് പ്ലേയേഴ്സിൻ്റെ കൂടെയാണ് ഈ 43 വയസ്സുകാരൻ പെർഫോം ചെയ്യുന്നത്. അതിപ്പോൾ കീപ്പിംഗ് ആയാലും ബാറ്റ് ചെയ്യാനായാലും ഈ ഒരു പ്രായത്തിൽ അത് പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ തങ്ങളുടെ സ്പിൻ കോട്ട കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് എന്തായാലും ഈ സീസണിൽ ഹോം മാച്ചസ് മാക്സിമം വിൻ ചെയ്യുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇനി എവേ മാച്ചസും വിൻ ചെയ്യാനുള്ള ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. നാഥൻ എല്ലിസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. ഇനി മുംബൈയുടെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യ, ബൂംറ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഒരു ഫുൾ ടീമെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹർദിക് പാണ്ഡ്യ വന്നിരുന്നെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഒരുപക്ഷെ കോമ്പിനേഷനിൽ വ്യത്യാസം ഉണ്ടായേനെ. ഹർദിക് പാണ്ഡ്യ ഇപ്പോൾ ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിൽ ജാക്സും റിക്കിൾട്ടണും ഒരുമിച്ച് കളിക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ ടോട്ടൽ ഒരു കോമ്പിനേഷൻ തന്നെ വ്യത്യസ്തമായിട്ട് വന്നേനെ. പിന്നെ മുംബൈ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഫസ്റ്റ് മാച്ച് തോറ്റിട്ടേ ഉള്ളൂ. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്ന് പറയുന്ന പോലെ തോറ്റിട്ടേ അവർ തുടങ്ങാറുള്ളൂ. അതുകൊണ്ട് മുംബൈയെ സംബന്ധിച്ച് ഇതൊരു വലിയ സെറ്റ് ബാക്ക് ഒന്നുമല്ല, പ്രത്യേകിച്ചും ഹർദിക് പാണ്ഡ്യ ഒന്നും ഇല്ലാത്തപ്പോൾ. ഹർദിക് പാണ്ഡ്യയും കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മുംബൈ കുറച്ചും കൂടെ സ്ട്രോങ് ആകും. ഇപ്രാവശ്യം നല്ല ടീം തന്നെയാണ്. തീർച്ചയായിട്ടും മുംബൈ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ഇതൊരു സെറ്റ് ബാക്കായിട്ടേ എനിക്ക് തോന്നുന്നില്ല. ഒരു നോർമൽ ഇപ്പോൾ ചെന്നൈ കണ്ടീഷൻസിനാണ്, അവരുടെ മേജർ പ്ലെയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുംബൈയെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിഘ്നേഷ് പുത്തൂറിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മാച്ച് ലാസ്റ്റ് ഓവർ വരെ എടുത്തുകൊണ്ട് വരാനായിട്ട് അവരെ കൊണ്ട് പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീസൻ്റായിട്ട് തന്നെ മുംബൈ ചെയ്തു. വലിയ ഇതായിട്ട് വെറിയാനൊന്നുമില്ല. അവരുടെ മെയിനായിട്ടുള്ള ഇപ്പോൾ റോബിൻ മിൻസ് ആയാലും നമൻദീർ ആയാലും ഒരു അപ് ടു മാർക്ക് പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിൽ സംഭവിച്ചത്. എന്തായാലും അവർ റെക്ടിഫൈ ചെയ്ത് തീർച്ചയായിട്ടും മുംബൈ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇനി ഈ മാച്ചിലെ കീ ആയിട്ടുള്ള പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ ഇന്നിങ്സ് 50 അടിച്ചത്, അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രയുടെ ഇന്നിങ്സ്, അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂറിൻ്റെ ബോളിങ്, നൂർ അഹമ്മദിൻ്റെ ബോളിങ്, ഖലീൽ അഹമ്മദിൻ്റെ ബോളിങ്, ധോണിയുടെ സ്റ്റംപിങ്, അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസ് കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ത്രില്ലറായിട്ട് ഈ മാച്ച് ശരിക്കും പറഞ്ഞാൽ വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയൊരു ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു നോർമൽ കുറച്ച് ചെന്നൈയുടെ ഡോമിനൻസ് തന്നെയാണ് തുടക്കം മുതൽ തന്നെ കണ്ടുകൊണ്ടിരുന്നത് അവസാനം വരെ. പിന്നീട് എപ്പോഴൊക്കെയോ കുറച്ച് ചില സ്ഥലങ്ങളിൽ മുംബൈക്ക് തിരിച്ചു വരാൻ പറ്റിയെന്നല്ലാതെ ഒരു ടിപ്പിക്കൽ പഴയ മുംബൈ സ്റ്റൈലിലുള്ളൊരു ഫൈറ്റൊന്നും നമ്മൾ ശരിക്കും കണ്ടില്ല. തിലക് വർമ്മയിൽ മാത്രം ഒരു ചെറിയൊരു സ്പാർക്ക് ഞാൻ കണ്ടു, അത്രേ ഉള്ളൂ.
അപ്പോൾ അതൊക്കെയാണ് ചെന്നൈ vs മുംബൈ മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക. നമുക്കവിടെ ക്രിക്കറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.